രാജ്യസഭാ സീറ്റ് നിഷേധിച്ചതിൽ ആർജെഡിക്ക് ശക്തമായ പ്രതിഷേധം. മുന്നണി യോഗത്തിൽ പൊട്ടിത്തെറിച്ച് വർഗീസ് ജോർജ് എപ്പോഴും രാജ്യസഭാ സീറ്റ് സിപിഐക്ക് നൽകുന്നു. ശ്രേയാംസ് കുമാറിന്റെ കാലാവധി കഴിഞ്ഞപ്പോഴും സിപിഐക്ക് നൽകി. എല്ലാവർക്കും പരിഗണന കിട്ടണമെന്നും ആർജെഡി ആവശ്യപ്പെട്ടു. ആർജെഡി വാദം ശരിയെന്ന് മുന്നണി യോഗത്തിൽ പിണറായി വിജയൻ പറഞ്ഞു. LDFൽ രാജ്യസഭാ സീറ്റിൽ ഇനി റൊട്ടേഷൻ വ്യവസ്ഥ വരും. ഒഴിവ് വരുന്ന രണ്ടാം സീറ്റ് പാർട്ടികൾക്ക് മാറി നൽകും. മാനദണ്ഡം പിന്നീട് നിശ്ചയിക്കുമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. VV അരുൺ ചേരുന്നു. അരുൺ, എന്താണ് സംഭവിച്ചത്? മുന്നണിയിൽ നിന്നുണ്ടാകുന്ന പരാതി ആർജെഡിക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച തൃശ്ശൂരിൽ ചേർന്ന നേതൃയോഗത്തിൽ അവർ അക്കാര്യം പരസ്യമായി തന്നെ പറഞ്ഞു. നിരന്തരം ആർജെഡി അവഗണിക്കപ്പെടുന്നു. ഇന്ന് മുന്നണി യോഗത്തിൽ പാർട്ടികൾ ആദ്യം തങ്ങളുടെ നിലപാടുകൾ അവതരിപ്പിച്ചു. സീറ്റ് വേണമെന്ന നിലപാട് അവതരിപ്പിച്ചു. ആർജെഡി ഈ സീറ്റ് കാര്യം പറയുമ്പോഴാണ് കടുത്ത വിമർശനം CPM-നെതിരെ ഉന്നയിച്ചത്. മുന്നണി യോഗത്തിൽ പൊട്ടിത്തെറിച്ചായിരുന്നു വർഗീസ് ജോർജിന്റെ സംസാരം. എപ്പോഴും രാജ്യസഭാ സീറ്റ് CPIക്ക് നൽകുന്നു. ശ്രേയാംസ് കുമാറിന്റെ കാലാവധി കഴിഞ്ഞപ്പോഴും CPIക്കാണ് സീറ്റ് നൽകിയത്. എല്ലാവർക്കും പരിഗണന കിട്ടണം, മുന്നണി എല്ലാവർക്കും ഒരുപോലെ പരിഗണന വേണമെന്ന ആവശ്യം വർഗീസ് ജോർജ് യോഗത്തിൽ മുന്നോട്ട് വച്ചു. അതിനെ തള്ളുകയല്ല, പകരം അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആർജെഡിയുടെ വാദം ശരിയെന്ന് യോഗത്തിൽ പിണറായി വിജയൻ പറഞ്ഞു. LDFൽ രാജ്യസഭാ സീറ്റിൽ ഇനി റൊട്ടേഷൻ വ്യവസ്ഥ ഏർപ്പെടുത്തും. ഒഴിവരുന്ന രണ്ടാം സീറ്റ് പാർട്ടികൾക്ക് മാറി നൽകാനാണ് ആലോചന. അത് എങ്ങനെയാണെന്ന മാനദണ്ഡം പിന്നീട് തീരുമാനിക്കുമെന്ന് പറഞ്ഞാണ് ആർജെഡിയെ മുഖ്യമന്ത്രി അനുനയിപ്പിച്ചത്. കടുത്ത എതിർപ്പ് പല കാര്യങ്ങളിലും മുന്നണി യോഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഏകപക്ഷീയമാകുന്നു. പല കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്ന വലിയ എതിർപ്പ് നേരത്തെ തന്നെ ആർജെഡി മുന്നോട്ട് വച്ചിരുന്നു. DMK തമിഴ്നാട്ടിൽ DMK ചെയ്യുന്നത് പോലെ DMK CPM-നോട് പെരുമാറുന്നത് പോലെ CPM മറ്റു ഘടകകക്ഷികളോട് പെരുമാറണം എന്ന് നേരത്തെ ആർജെഡി നേതാവ് വർഗീസ് ജോർജ് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായാണ് മുന്നണി യോഗത്തിലും സീറ്റ് ലഭിക്കില്ലെന്ന് ഉറപ്പായപ്പോഴുള്ള ആർജെഡി നേതാവ് പൊട്ടിത്തെറിച്ച് സംസാരിച്ചത്. അതാണ് സാഹചര്യം. ഏതായാലും കടുത്ത എതിർപ്പ് ആർജെഡി ഇന്നത്തെ മുന്നണി യോഗത്തിലും അറിയിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. തൃശൂർ കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് അങ്കിത് അശോക് IPS-നെ മാറ്റി. ഇളങ്കോ ആറാണ് തൃശൂർ കമ്മീഷണർ. അങ്കിത് അശോകിന്റെ പുതിയ നിയമന ഉത്തരവ് പിന്നീട്. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കമ്മീഷണർക്കെതിരെ പരാതി ഉയർന്നിരുന്നു. VV വിനോദ് ചേർന്ന്. വിനോദ്, അന്ന് പരാതി ഉയർന്നിരുന്ന നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ചില സംസാരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതൊക്കെ തലത്തിലാണ് സർക്കാർ ഇതിനെ സമീപിച്ചിരിക്കുന്നത്? രഞ്ജിത്ത്, തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിനാണെന്നുള്ള കൃത്യമായ വിവരം സർക്കാരിന് ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ചുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ടായിരുന്നു. തിരുവമ്പാടി ദേവസ്വത്തിന്റെ എഴുന്നള്ളിപ്പ് തടസ്സപ്പെടുത്തിയത്, വെടിക്കെട്ട് തടഞ്ഞത്, അതോടൊപ്പം തന്നെ ബാരിക്കേഡ് ഉയർത്തി ഭക്തജനങ്ങളെ തടഞ്ഞത്, ആനയ്ക്ക് പട്ടയുമായി പോയ ആളുകളെ പോലും അസഭ്യം പറയുന്ന സാഹചര്യം, ഇതിന്റെ വീഡിയോ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. കൊച്ചുകുട്ടികളെ പോലും വിരട്ടി ഓടിക്കുന്ന നിലയിൽ പോലീസിനെ ഉപയോഗിച്ചത്. ഇങ്ങനെ അങ്കിത് അശോക് തൃശൂർ പൂരം പരിപൂർണമായും അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം നടത്തി എന്ന തരത്തിലായിരുന്നു ഇക്കാര്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി നേരത്തെ തന്നെ സസ്പെൻഷൻ നടപടി അത് സർക്കാരിന്റെ നടപടിയായി എത്തിയിരുന്നു. പിന്നീട് ഇപ്പോൾ കൂടുതൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അങ്കിത് അശോകിനെ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. പകരം നിയമനം നൽകിയിട്ടില്ല. തൃശ്ശൂരിൽ BJP-യുടെ വിജയത്തിന് ഈ തൃശൂർ പൂരം അലങ്കോലമായതും വലിയൊരു കാരണമായതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. ഈ പൂരം അലങ്കോലമായ സമയത്ത് തന്നെ ഇടതുമുന്നണിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. അവിടുത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്ന മുരളീധരനും സുരേഷ് ഗോപിയും ഈ വിഷയത്തിൽ ഇടപെടുകയും സർക്കാർ മനഃപൂർവ്വം അവരുടെ വിശ്വാസം വ്രണപ്പെടുത്തുന്നതിന് വേണ്ടി ഇടതു സർക്കാർ തുടർച്ചയായി ശ്രമിക്കുന്നു. ശബരിമലയ്ക്ക് പിന്നാലെ തൃശൂർ പൂരവും അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത് ഒരു അജണ്ടയുടെ ഭാഗമായാണെന്ന ആരോപണം ഉയരുകയും ചെയ്തു. ഏതായിരുന്നാലും ഈ സംഭവം ഇങ്ങനെ ഉണ്ടായത് ഇടതുമുന്നണിക്ക് തിരിച്ചടിയായി, തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും തൃശൂർ കമ്മീഷണർക്ക് സ്ഥലമാറ്റം, പകരം നിയമനം നൽകിയിട്ടുമില്ല.